അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നിത്യജീവിതത്തിൽ നാം നിർവഹിക്കാനുള്ള ധാരാളം ദിക്റുകളും ദുആകളും വിശുദ്ധ ഖുർആനികമായ സൂക്തങ്ങൾ പാരായണം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രത്യേകതകളും എല്ലാം വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവയിൽ നരകാഗ്നിയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുന്ന പ്രത്യേകമായ പ്രവർത്തനങ്ങൾ, ദിക്റുകൾ, ദുആകൾ, അതും പ്രത്യേകിച്ച് പല അവസരങ്ങളിലും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദിക്റുകളാവട്ടെ ദുആകളാവട്ടെ വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളോ അതുപോലെ തന്നെ അധ്യായങ്ങളോ ഏതുമാവട്ടെ, അവ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രത്യേകമായ പുണ്യവും പ്രത്യേകമായ എണ്ണവും നാം നിർവഹിക്കുമ്പോൾ പാലിക്കേണ്ടത് അവിടുന്ന് പഠിപ്പിച്ചു തന്ന രീതിയിൽ മാത്രമായിരിക്കണം. അവിടുന്ന് പഠിപ്പിച്ചു തരാത്ത ചില എണ്ണം, ചില പ്രത്യേക ദിക്റുകൾക്കോ ആയത്തിനോ അതല്ലെങ്കിൽ അതിന് പ്രത്യേകമായ മഹത്വങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരാത്ത നിലക്ക് നമ്മുടെ വകയായി പ്രചരിപ്പിക്കുവാനോ പാടുള്ളതല്ല. പ്രത്യേകിച്ച് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക കൂടി ചെയ്താലോ അതിൻ്റെ ഗുരുതരാവസ്ഥയും ഗൗരവവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇല്ലാത്ത ഒരു പ്രത്യേകമായ എണ്ണവും വണ്ണവും നിശ്ചയിച്ചു എന്നതിനേക്കാളും അപ്പുറം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരു കാര്യം അവിടുന്ന് പറഞ്ഞു എന്ന് അവിടുത്തെ പേരിൽ കള്ളം പറയുന്ന ഗൗരവം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനാലാണ് അതത്രയും ഗുരുതരമായ കാര്യമാണ് എന്നോർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഞാനിത് സൂചിപ്പിക്കുവാനുള്ള കാരണം, ഒരു മുസ്ലിയാര് ചില ദിക്റുകൾ, അത് നരകാഗ്നി നമ്മുടെ ശരീരത്തെ സ്പർശിക്കാതിരിക്കാൻ ഈ 3 പ്രത്യേകമായ രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആമുഖം പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്നൊരു സംസാരം ഒരല്പനേരം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നിങ്ങളുടെ ശരീരം ഒരിക്കലും നരകത്തിൽ പോവുകയില്ല. അതിനുള്ളൊരു 3 വഴികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് ജീവിതകാലത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ശരീരം നരകം തൊടുകയേ ഇല്ല. അത് ഹറാമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി, നമ്മുടെ ജീവിതകാലത്ത് 70,000 തഹ്ലീൽ ഉറപ്പായിട്ടും ചെല്ലാം. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചൊല്ലി തീർത്താൽ മതി 70,000 തഹ്ലീൽ. അതുപോലെ രണ്ടാമത്തത് 1,00,000 ഇഖ്ലാസ് സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ സൂറത്ത് 1,00,000 ചൊല്ലി തീർക്കുക. മൂന്നാമതായി സുബ്ഹാനല്ലാഹി വബിഹംദിഹിൽ അസീം എന്നത് 1000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി തീർത്താൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലി തീർത്താൽ മതി, എന്നാൽ നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും എന്താണ് ഈ മുസ്ലിയാർ ഇതിൽ അവകാശപ്പെടുന്നത്? നമ്മുടെ ശരീരം ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല 3 കാര്യങ്ങൾ ചെയ്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ആദ്യം പറയുന്നത് എന്താ? ഒന്നാമത്തെ കാര്യം, 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. സഹോദരങ്ങളെ, 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലലാണ് ഒന്നാമത്തെ കാര്യം. അത്രേ. 2, 1,00,000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. മൂന്നാമത്തെ കാര്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹിൽ അസീം എന്ന് 1000 തവണ പറയുക. ഇതിലേതെങ്കിലും ഒന്ന് ചൊല്ലി തീർത്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മുസ്ലിയാർ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില തത്വങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരം നരകത്തിയിൽ കടക്കാതിരിക്കുവാനും നരകാഗ്നി തൊട്ട് നമ്മുടെ ശരീരത്തെ കാത്തു രക്ഷിക്കുവാനും ഇസ്ലാം പൊതുവായി പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആര് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അതാണ് അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിലേക്ക് അവന് പ്രവേശനം കിട്ടുവാനുള്ള മാർഗം. അത് മൊത്തത്തിലുള്ള കാര്യമാണ്. ഇനി പ്രത്യേകം ചില കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാന്റെ റസൂൽ പറയാണ്, മാ മിൻ അഹദിൻ, ആരെങ്കിലും ഒരാൾ, യശ്ഹദു, അയാൾ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
എന്ന് ഒരാൾ സാക്ഷ്യം വഹിക്കുന്നു. എപ്രകാരം? സിദ്ഖം മിൻ ഖൽബിഹി, അയാളുടെ ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി സത്യസന്ധമായ നിലക്ക് ഒരാൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തി അയാളുടെ മേൽ അള്ളാഹു നിഷിദ്ധമാക്കാതിരിക്കില്ല. അപ്പൊ ഷഹാദത്ത് കലിമ സത്യസന്ധമായി അത് മനസ്സറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നവർ നരകത്തി അവർക്ക് നിഷിദ്ധമാണ് എന്ന് നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാർ, തീർച്ചയായും അള്ളാഹു നരകത്തിയുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആരെ? മൻ ഖാല, ഇപ്രകാരം പറഞ്ഞവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവന് നരകത്തി നിഷിദ്ധമാണ്. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകൻ അവന് നിഷിദ്ധമാണ്. ഈ രണ്ട് കാര്യം പറഞ്ഞിടത്തും അള്ളാഹുവിൻ്റെ റസൂൽ 70,000 എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ നരകത്തീ അവനെ സ്പർശിക്കുകയില്ല എന്ന എണ്ണം എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയത്? അതിന് പ്രമാണം ആവശ്യമില്ലേ? നമുക്കങ്ങനെ ഒന്ന് മതത്തിൽ ഒരെണ്ണം പ്രത്യേകം പറയാനുള്ള അധികാരമുണ്ടോ? അത് പറയണമെങ്കിൽ നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ അത് പറയണ്ടേ? അവിടുന്ന് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ? നരകത്തീ നമുക്ക് നിഷിദ്ധമാകുവാൻ 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന്. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ എന്താ? സൂറത്തുൽ ഇഖ്ലാസാണ് 1,00,000 തവണ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലാൻ അള്ളാന്റെ റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലൽ പുണ്യകരമായ പല സ്ഥലങ്ങളും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലണം, നമസ്കാരങ്ങളുടെ ശേഷം ചൊല്ലണം, അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ 1,00,000 തവണ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നരകത്തീ സ്പർശിക്കുകയില്ല എന്ന് പറയണമെങ്കിൽ അതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും ഇയാൾ ഇവിടെ പറയാണ്. അതിനെന്താ രേഖ? അങ്ങനെ ഹദീസുണ്ടോ? അവർ റസൂലുള്ളാഹിയുടെ പേരിൽ നബി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കള്ളം പറയലല്ലേ? അതെത്ര ഗുരുതരമായ പാപമാണ് സഹോദരങ്ങളെ. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹിൽ അളീം എന്ന് 1000 തവണ പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഹദീസിലൂടെയാണ് നിർദ്ദേശിച്ചത്? മറിച്ചൊരു ദിവസം പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വിധം തവണ ഒരാൾ പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയോളവും പതയോളവും ഉണ്ടെങ്കിലും അവ ചെറുദോഷങ്ങൾ മുഴുവനും പൊറുക്കാതിരിക്കില്ല എന്ന് സഹിഹായ ഹദീസിലുണ്ട്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നാവുകൊണ്ട് പറയാൻ എളുപ്പമാണ്, മീസാനിൽ ഏറെ കനം തൂങ്ങുന്നവയാണ്. അതിനും എണ്ണം പറഞ്ഞിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ 1000 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹിൽ അളീം എന്നൊരു പ്രത്യേക ദിക്ർ ചൊല്ലിയാൽ നരകത്തീ സ്പർശിക്കുകയില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ, അത് പ്രചരിപ്പിക്കണമെങ്കിൽ, അത് പഠിപ്പിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു എന്ന് രേഖയിൽ കാണണ്ടേ? ഇതേ നമ്മൾ പറയുന്നുള്ളൂ. അതല്ലാതെ ഇവിടെ സൂറത്തുൽ ഇഖ്ലാസിനെതിരാണ്, ഇവർ ഖുൽ ഹുവല്ലാഹ് ഓതുന്നതിനെതിരാണ്. എന്താണ് ഇവിടെ? വേറൊന്നും വായിക്കല്ലല്ലോ, വേറെ തെറ്റൊന്നുമല്ലല്ലോ പറയുന്നത്. ഒരു ഖുൽ ഹുവല്ലാഹ് ഓതുന്നതിന് മൗലൈമാരെ നിങ്ങൾക്ക് എന്താ അത്ര പ്രയാസം? ഒരു 1000 തവണയാണ് ചൊല്ലിപ്പോയാൽ, അല്ലെങ്കിൽ 70,000 തവണയാണ് ചൊല്ലിപ്പോയാൽ എന്താ നിങ്ങൾക്ക് നഷ്ടം? നിങ്ങൾ ചൊല്ലണ്ടേ ചൊല്ലണ്ട എന്നൊക്കെ ന്യായം പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നവരോട് പറയട്ടെ, ഇസ്ലാം എന്ന് പറയുന്നത് ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ ഏറ്റവും ഉത്തമമായ ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയാണ്. വശർറുൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് പുതുനിർമ്മിതികളാണ്. പുത്തൻ നിർമ്മിതികൾ, നിസ്കാരമാവട്ടെ ഖുർആനോത്താവട്ടെ, അതിന് പ്രത്യേകം എണ്ണവും വണ്ണവും മഹത്വമൊക്കെ അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കാത്തത് നമ്മുടെ വകയായിട്ട് പഠിപ്പിക്കലാണ് അതിലെ പുതുനിർമ്മിതി. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ചെയ്താൽ അപ്രകാരം കിട്ടും എന്നൊക്കെ പറയാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചയിടത്ത് നിൽക്കുക, അത് പറയുക. അവിടുന്ന് പഠിപ്പിക്കാത്തത് അവിടുന്ന് പഠിപ്പിച്ചു എന്ന് അവിടുത്തെ പേരിൽ കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ ഇരിപ്പിടം സ്ഥാപിച്ചു കൊള്ളട്ടെ എന്നുള്ള നിയമത്തിൽ ഇക്കാര്യങ്ങളും ഉൾപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉള്ളതുപോലെ പറഞ്ഞ് അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്
അവിടുത്തെ പിൻപറ്റുകയും സ്നേഹിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് അവിടുത്തെ കൂടെ സ്വർഗത്തിൽ അണയുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.